ചാലക്കുടി കൂടപ്പുഴയിൽ 11 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. കൂടപ്പുഴ ക്ഷേത്രത്തിന് സമീപത്ത് വൈകിട്ട് 5:30യോടുകൂടിയാണ് നായയുടെ ആക്രമണമുണ്ടായത്. കടിച്ച നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. ഞാൻ നടന്നു വരണമായിരുന്നു. അപ്പോൾ ഒരു ബൈക്കിന്മ ഒരു 2 കൂട്ടർ വരണ്ട വീട്ടിലും കിട്ടിയിട്ടുണ്ട്. അവരെ പിന്നാലെ പട്ടി കൂടിയായിരുന്നു. പട്ടിനൊന്നും എനിക്കറിയാൻ പറ്റില്ലല്ലോ. 100 പ്രാവശ്യം ചേർത്തൊന്ന് കമ്മി. പിന്നെ രണ്ടാമത് പിന്നെ ആൾ കയറി രണ്ടാമത് കയറി സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് ചാടി വന്ന് സ്കൂട്ടർമ്മ പോയിപ്പോ സ്കൂളിൽ ചാടിയില്ലേ? അല്ല കൈമലിക്ക് ചാടി പിടിച്ചിട്ട് വലിച്ചങ്ങോട്ട് ഇട്ടു താഴത്തേക്ക് റോട്ടിൽ. ഈ പട്ടി കാലത്ത് തുടങ്ങി അവിടെ ഓരോരുത്തർ കടിച്ചോണ്ടിരിക്കുന്നത്. ബൈക്കിന് പോണവരും സൈക്കിളിന് പോണ പിള്ളേരും ഒക്കെ കടിച്ചു. എല്ലാവരും ഉണ്ടെന്നുണ്ട്. MS ലിഷോയ് വിവരങ്ങൾ നൽകും. ലിഷോയ്, 11 പേർക്കാണ് നായയുടെ കടിയേറ്റത്. ഇവരുടെയൊക്കെ ഒരു ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ഈ നായക്കിനി മറ്റു പ്രശ്നങ്ങൾ എന്തെങ്കിലും പേവിഷബാധയോ മറ്റോ ഉണ്ടായിരുന്നു എന്നതിലൊക്കെ ടെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. എങ്ങനെയാണ്? നായയ്ക്ക് ഏതെങ്കിലും തരത്തിൽ പേവിഷബാധ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അത് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരം 5:30യോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. 11 പേർക്കാണ് നായയുടെ കടിയേറ്റത്. നമ്മളോട് പ്രതികരിച്ച ആളുകൾ പറഞ്ഞതുപോലെ തന്നെ അതിലൂടെ പോയവരെയും വാഹനത്തിൽ പോയവരെയും ഒക്കെ തന്നെ നായ ഓടിച്ചിട്ട് കടിക്കുകയായിരുന്നു. 11 പേർക്കാണ് നിലവിൽ പരിക്കേറ്റിരിക്കുന്നത്. അതിൽ 2 പേർക്ക് അവർക്ക് ആരോഗ്യനില അല്പം വഷളായതിനെ തുടർന്ന് അവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റുള്ളവരെല്ലാം തന്നെ പ്രാഥമിക ശുശ്രൂഷ നൽകി വിട്ടയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പേവിഷബാധയുടെ പ്രതിരോധ വാക്സിൻ ഉൾപ്പെടെയുള്ളവ എടുക്കേണ്ടതിനാൽ തന്നെ 12 മണിക്കൂറിന് ശേഷം വീണ്ടും എടുക്കേണ്ടതിനാൽ തന്നെ പലരെയും ഈ ആദ്യ ഡോസ് എടുത്തതിന് ശേഷം വീട്ടിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. ചിലരെ നിരീക്ഷണത്തിൽ വെച്ചിട്ടുണ്ട്. ആരുടെയും നില അത്ര ഗുരുതരമല്ല. പക്ഷേ ഈ നായയെ തല്ലിക്കൊന്നതാണ് മറ്റൊരു പ്രതിസന്ധി. കാരണം നായയ്ക്ക് പേവിഷബാധ ഉണ്ടായിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ മേഖലയിൽ ഈ നായയുടെ ശല്യം രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. പലരെയും ഇത്തരത്തിൽ കടിക്കാനായി ഓടിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്.